ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും 2025 ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ഞാനിവിടെ രാവിലെ കാപ്പിക്ക് ചിക്കൻ 65 ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിനായി ഞാനൊരു ഫുൾ ചിക്കനാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതിൻ്റെ മസാലയ്ക്കായി ഞാൻ ആച്ചിയുടെ ഹബാബ് ചിക്കൻ 65 ആണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഉപ്പും മറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ടെന്നാണ് അജി പറയുന്നത്. എന്നാലും ഞാൻ എൻ്റേതായ രീതിയിലാണ് ചിക്കൻ 65 ഉണ്ടാക്കുന്നത്. കുറച്ച് അല്പം കൂടി ഉപ്പും ആഡ് ചെയ്ത് മറ്റ് ഇൻഗ്രീഡിയൻസൊക്കെ എൻ്റേതായി കുറച്ച് ആഡ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. നിങ്ങളെല്ലാവരും സമയം കിട്ടുമ്പോൾ വീട്ടിലെല്ലാവർക്കും ചിക്കൻ 65 ഉണ്ടാക്കി കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. ചിക്കൻ 65 ഞാനിവിടെ ക്ലീൻ ചെയ്ത് ചിക്കൻ ചെറു കഷ്ണങ്ങളായിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ ആച്ചിയുടെ ചിക്കൻ 65ൻ്റെ മസാല ഞാൻ ഒരു 250 ഗ്രാം കാണും ചിക്കന്. അതിനൊരു 25 ഗ്രാം മസാല ചേർത്ത് അതിൻ്റെ കൂടെ കുരുമുളക് പൊടി 1 സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ നാരങ്ങ നീര് ഒരു ഹാഫ് ചേർത്തിട്ടുണ്ട്. പിന്നെ കോൺഫ്ലോർ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട് 1 ടേബിൾ സ്പൂണ്. പിന്നെ കറിവേപ്പില ചേർത്തിട്ടുണ്ട്, ചതച്ചാണ് ചേർത്തേക്കുന്നത്. അതെല്ലാം കൂടി മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണിത്. ഇപ്പോൾ ഒരു 40 മിനിറ്റോളം ഞാനിത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി ഇത് ഞാൻ വറുക്കാൻ പോവുകയാണ്. മുട്ടയുടെ വൈറ്റാണ് നമ്മൾ ചേർക്കുന്നത്. മഞ്ഞക്കരു മാറ്റി വെക്കും. അതിനുശേഷം നമ്മളിത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കും. ഞാൻ ഈ സമയം ഒരു ഇൻഡക്ഷൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഇൻഡക്ഷൻ കുക്കർ ഓണാക്കി ഒരു ഫ്രൈ പാന് അത് വെച്ചിട്ടുണ്ട്. ഇപ്പം ചൂടായി വന്നു. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചിക്കൻ മുങ്ങിക്കിടക്കാൻ മാത്രം വെളിച്ചെണ്ണ വേണം. ഞാൻ എല്ലാത്തിനും 916ൻ്റെ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അപ്പോൾ മുട്ടയുടെ വെള്ള എല്ലായിടത്തും നല്ലപോലെ പറ്റാൻ വേണ്ടി ഞാൻ നല്ലപോലെ ഇളക്കുകയാണ്. ആ സമയത്തിന് എണ്ണ ചൂടായി വരും. എണ്ണ നല്ലപോലെ ചൂടായിട്ട് വേണം ചിക്കൻ കഷ്ണങ്ങൾ ഇടാൻ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എണ്ണയ്ക്കകത്ത് കറിവേപ്പില നിരത്തുകയാണ്. ഓരോ ചിക്കൻ കഷ്ണങ്ങൾ സ്പൂൺ കൊണ്ട് കോരി ഇടുകയാണ്. ഇപ്പം നമ്മൾ തീ കൂട്ടിയാണ് വെക്കുന്നത്.
ചിക്കൻ നമ്മളിപ്പോൾ എല്ലാ കഷ്ണങ്ങളും എണ്ണയ്ക്കകത്തിട്ടു. ഇപ്പോൾ ഫ്ലെയിം ഏറ്റവും കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. മുട്ടയുടെ വെള്ള ചേർത്താൽ നമുക്ക് മസാലകളൊന്നും എണ്ണയ്ക്കകത്ത് ലയിച്ചു പോകുകയില്ല. പിന്നെ കഷ്ണങ്ങൾക്ക് വറുത്ത് കോരുമ്പോൾ നല്ല മയവും ഉണ്ടായിരിക്കും. അതിന് വേണ്ടിയാണ് മുട്ടയുടെ വെള്ളം നമ്മൾ ചേർക്കുന്നത്. ഇനി നമ്മളിത് ഒരല്പസമയം മൂടി വെക്കും. ഇപ്പം നമ്മളൊരു 3 മിനിറ്റ് ഇത് മൂടി വെച്ചു. നമ്മൾ എടുത്തു മാറ്റി. ഒരു പകുതി കുക്കിംഗ് ആയിട്ടുണ്ട്. ഇത് നമുക്കിനി മറിച്ചിടാം. ഫുൾ ഫ്ലെയിമിലാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഫുൾ ഫ്ലെയിമിൽ വേണം നമുക്ക് ഇത് വറുത്ത് കോരാൻ. ഇപ്പം നമ്മൾ ഇതെല്ലാം തിരിച്ചിട്ടു. ഇത് തീ ഫുൾ ഫ്ലെയിമിൽ വെക്കുന്നത് കഷ്ണങ്ങളിൽ എണ്ണ കുടിക്കാതിരിക്കാനാണ്. ഇനി നമുക്കൊരു 7 മിനിറ്റ് ഇതിങ്ങനെ എണ്ണയിൽ കിടക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് കോരാം. ഇന്ന് നമ്മൾ ചിക്കൻ 65ൻ്റെ കൂടെ ഒരു നാടൻ വിഭവമാണ് കഴിക്കുന്നത്. ചട്ടക്കപ്പയാണിത്. പിന്നെ അതിൻ്റെ കൂടെ മുളക് പൊട്ടിച്ചതും. ഇപ്പോൾ ഏകദേശം മൂത്തിട്ടുണ്ട്. ഒരു 7 മിനിറ്റായി. നമുക്കിനി ഇത് കോരാം. അപ്പോൾ നമുക്ക് കോരിയേക്കാം. നല്ലപോലെ ചുമന്നിട്ടുണ്ട്. എല്ലാവർക്കും ചിലർക്ക് ഇത് കുറച്ചും കൂടി മൊരിയുന്നതാണ് ഇഷ്ടം. ഇവിടെ എല്ലാവർക്കും മൊരിഞ്ഞു പോകരുത്. അതുകൊണ്ട് അധികം മൊരിക്കാതെയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ തീ കെടുത്തിയിട്ടില്ല. ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. നമുക്ക് തീ കെടുത്തി പാൻ മാറ്റിയേക്കാം. നമ്മൾ ചിക്കൻ കോരിയേക്കുന്നത് അരിപ്പ പാത്രത്തിലാണ്. അപ്പം എണ്ണ താഴോട്ട് വലിഞ്ഞു പൊക്കോളും. എണ്ണയില്ലാതെ അരിപ്പത്തവി ഉപയോഗിച്ചാണ് നമ്മൾ കോരിയെടുത്തത്. എന്നാലും കുറച്ച് എണ്ണ വരുമല്ലോ, അത് താഴത്തെ പ്ലേറ്റിലേക്ക് പൊക്കോളും. പിന്നെ ആവശ്യമുള്ളവർക്ക് നാരങ്ങ പിഴിഞ്ഞ് ചേർക്കാം. നമ്മൾ ഓൾറെഡി നേരത്തെ ഇതിനകത്ത് നാരങ്ങ നീര് ചേർത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് പുളി ആവശ്യത്തിനുണ്ട്, വേണ്ടവർക്ക് ചേർക്കാം. പിന്നെ നമ്മൾ 2-3 സബോള പീസും കൂടി അരിഞ്ഞിടുകയാണ്. ഇതിപ്പം നമ്മുടേത് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കഴിക്കാം.